എനിക്ക് മരണമുണ്ടാകരുത്, എന്നെ കൊല്ലുന്നതാരായാലും ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള വരബലം നേടിയിട്ടും അദ്ദേഹത്തെ ഭഗവാൻ ഇല്ലായ്മ ചെയ്തു തൻ്റെ ഭക്തനെ രക്ഷിക്കാനായിട്ട്. നോക്കൂ, നാരായണന്റെ നാമം ഉച്ചരിക്കരുത് എന്ന് പറഞ്ഞ ഹിരണ്യകശിപുവിന്റെ വീട്ടിൽ തന്നെ ഒരാളെ ഭഗവാൻ സൃഷ്ടിച്ചു. നാരായണനാണല്ല, നാരായണനാണ് സത്യം, നാരായണനാണ് ഈ ലോകം, നാരായണനില്ലാതെ മറ്റൊന്നില്ല. കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. ഇന്നലെയും ഞാൻ പറഞ്ഞു ഈ വരികൾ. അതെ, കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും, നമ്മുടെ ശത്രുവിലും നമ്മളിലും മരുമോളിലും അമ്മായിയമ്മയിലും മക്കളിലും എല്ലാവരിലും ഈശ്വരൻ തന്നെയാണ് കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള ഈശ്വരന്റെ നാമം ഉച്ചരിക്കരുതെന്ന് ഹിരണ്യകശിപു പറഞ്ഞു. പക്ഷേ ഹിരണ്യകശിപുവിനൊരു പുത്രനുണ്ടായി. ആ പുത്രൻ ഉണ്ടാകാനിരിക്കുന്ന സമയത്ത് ഒരു കഥയുണ്ട്.